ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഈസി സ്നാക്ക് ആയിട്ടാണ് കേട്ടോ, എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. വീട്ടിൽ എന്തായാലും ബ്രെഡ് ഉണ്ടാവും ഉറപ്പായിട്ടും. മിക്കവാറും ബ്രെഡ് നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ആ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ 2 മുട്ടയും കുറച്ച് പാലും ഒക്കെ എടുത്തിട്ട് വേഗം തന്നെ ഉണ്ടാക്കിക്കോളൂ. ചൂടോടെ തന്നെ കഴിച്ചോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. അപ്പോൾ ഈസി സ്നാക്സിൻ്റെ റെസിപ്പിയൊക്കെ നമ്മളോട് ഇടയ്ക്ക് ആവശ്യപ്പെടാറുണ്ട് പലരും. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞാനിങ്ങനെ പല റെസിപ്പികൾ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട റെസിപ്പികൾ വീണ്ടും ചോദിച്ചോളൂ, നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 5 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാല് തിളപ്പിച്ച പാലല്ല കേട്ടോ, ഫ്രിഡ്ജിലിരുന്ന പാലാണ്. തിളപ്പിച്ച പാലാണെങ്കിലും എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബട്ടറാണ്. ബട്ടറിൽ തന്നെ ഇത് ചെയ്യാൻ നോക്കുക. ഞാനിപ്പോൾ സോൾട്ടഡ് ബട്ടർ എടുത്തിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല, ഇല്ലെങ്കിൽ 1 പിഞ്ച് ഉപ്പ് ചേർക്കണം. അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കുക കേട്ടോ. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് പെർഫെക്റ്റ് ആവില്ല, ഉപ്പ് കൂടിപ്പോവും. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം. പിന്നെ അല്ലെങ്കിൽ കറുകപ്പട്ടയും ഏലക്കയും കൂടി ഒരുമിച്ച് പൊടിച്ചത് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ പിന്നെ വേണ്ടത് പഞ്ചസാര. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഞാനൊരു ബൗൾ എടുക്കട്ടെ. ഈ ബൗളിലേക്ക് നമുക്ക് ആദ്യം ഈ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ചേർത്താലേ ടേസ്റ്റ് പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ ടേസ്റ്റ് പെർഫെക്റ്റ് ആവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെജിറ്റേറിയൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് മുട്ട ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് മുട്ട ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ എന്നുള്ളത്. ഇതിലേക്ക് നിങ്ങൾ ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ബട്ടർ അൺസോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ 1 പിഞ്ച് ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാനില എസൻസ് 1/2 ടീസ്പൂൺ ചേർക്കാം. ഒരുപാട് വാനില ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് പാലാണ്. അതിന് മുന്നേ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് കൂടെ തന്നെ നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് പഞ്ചസാര ചേർക്കുന്നത്. നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഞാൻ കുറച്ച് മധുരമേ ചേർക്കുന്നുള്ളൂ, അതുകൊണ്ട് 1 ടീസ്പൂൺ പഞ്ചസാര. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പാല് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര അലിഞ്ഞ് കിട്ടണം. പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് കറുകപ്പട്ട പൊടിച്ചത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർക്കാം, ഇല്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു പിഞ്ചേ ചേർക്കുന്നുള്ളൂ, അധികമൊന്നുമില്ല. പഞ്ചസാര ചേർത്ത് കറുകപ്പട്ട പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു മണം കിട്ടും നമ്മുടെ ഈ ഒരു മിക്സിന്. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലൊരു മണമാണ് നമ്മുടെ കറുവപ്പട്ട ചേർത്ത് കഴിയുമ്പോൾ. ഇതിലും പകരം ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഏലക്കപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് പാല് ചേർത്ത് മിക്സ് ചെയ്യാം. പാലും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം, വൈകിട്ട് ചായക്ക് സ്നാക്കായിട്ട് ഉണ്ടാക്കാം, ഡിന്നറിന് ഉണ്ടാക്കാം. ഇതൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുട്ടികൾക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്കാവുമ്പോൾ കുറച്ചുകൂടി ഒന്ന് മധുരം ചേർക്കുക. പിന്നെ ഇത് നമുക്ക് തേനൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തേൻ ചേർത്തിട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ നമ്മുടെ പാൻ കേക്കൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് തേൻ ഒഴിച്ചിട്ട് കൊടുക്കാറില്ലേ, അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ഒരു പാൻ ചൂടാക്കി എടുക്കട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചെറിയ ബർണറിൽ വെക്കുക കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ ബട്ടർ വേഗം തന്നെ ഉരുകി പോരുത്, അപ്പോൾ കരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറിയ ചൂടിൽ വയ്ക്കുക. ഈ ബട്ടർ ഒന്ന് ഈ പാനിൽ സ്പ്രെഡായിട്ട് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസ് നമ്മളെ ഈ ഒരു ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം വെച്ചു കൊടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ. വലിയ പാനാണെങ്കിൽ നമുക്ക് ഒരു 3 പീസൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 പീസ് വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇത് ബട്ടറിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ബട്ടറിലാണ് ടേസ്റ്റ് കൂടുക. നമ്മൾ വേറെ ഏത് ഓയിലിൽ ചെയ്താലും ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. നെയ്യിൽ ചെയ്താലും അത്ര ടേസ്റ്റ് വരില്ല. ബട്ടറിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് കുക്കായിട്ട് നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഒരു സൈഡ് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് മറിച്ചിടാം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യരുത് കേട്ടോ ഒരിക്കലും.
ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യരുതെന്ന് പറഞ്ഞത്. ഇനി പതുക്കെ ഒന്ന് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വരുന്നേ ഉള്ളൂ, ഒന്നുകൂടി ഒന്ന് മൊരിയാനുണ്ട്. അപ്പോൾ ഈ സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. വാനില എസൻസിൻ്റെയും കറുകപ്പട്ടയുടെയും എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഈ സൈഡും കൂടി കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി തിരിച്ചു വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും ഒരുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഞാൻ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ടു. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് കളറ്. ഈ ഒരു രീതിയിൽ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ അടിഭാഗം ഒന്ന് മൊരിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കളറായി വരുമ്പോൾ, രണ്ട് സൈഡും ഇതുപോലെ ആയി വരുമ്പോൾ പാനിൽ നിന്ന് മാറ്റാം. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നമുക്ക് മേപ്പിൾ സിറപ്പോ ഹണിയോ ഏതാണോ കുട്ടികൾക്ക് ഇഷ്ടം. നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ ജാമായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ന്യൂട്ടല്ല ആയിരിക്കും ഇഷ്ടം. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. പിന്നെ വലിയ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, വെറുതെ തന്നെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനൊന്നും വേണ്ട, നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത സൈഡ് ആയിട്ടുണ്ടാവും. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാനെടുത്ത് ബട്ടറിൽ കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ വീണ്ടും കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം നമ്മൾ അടുത്തത് ചെയ്യുമ്പോൾ. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബട്ടർ കരിഞ്ഞു പോരുത്. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും ബട്ടർ ആയി വരും വേണം പാനിൻ്റെ. അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഈ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുക. ഈ ഒരു അളവിലെടുക്കുകയാണെങ്കിൽ 5 ബ്രെഡിനോ അല്ലെങ്കിൽ 6 ബ്രെഡിനോ, നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ച് 5 6 ബ്രെഡിനുള്ളത് ഉണ്ടാവുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ ഉണ്ടാവില്ല ഈ മിക്സ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ, ഇപ്പോൾ 1 കപ്പ് പാല് അതുപോലെ തന്നെ 4 മുട്ട എന്നുള്ള കണക്കിലെടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാം. വീട്ടിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊന്നിങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ പാനിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നതെങ്കിൽ പാനിൻ്റെ സെൻറ്ററിലേക്ക് ആക്കി ഒന്ന് കൊടുക്കുക. നടുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇടുക, ബ്രെഡ് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ്. ബ്രെഡ് നനഞ്ഞു കഴിയുമ്പോൾ ഒട്ടും, അതുകൊണ്ട് നടുക്കൊന്ന് ചെറുതായിട്ട് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ചപ്പാത്തി പാനിലും ചെയ്യാവുന്നതാണ്. നമ്മുടെ ചപ്പാത്തി പാനാകുമ്പോൾ ഒരു 3 പീസ് ബ്രെഡൊക്കെ ഒരുമിച്ച് വെക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇതും എല്ലാം എടുത്തു വെച്ചിരിക്കുന്ന 5 സ്ലൈസും ഒരുപോലെ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബോംബെ ടോസ്റ്റ് എല്ലാം ഇതാ റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് വൈകിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് വരും. പിന്നെ കറുകപ്പട്ട പൊടിച്ചതുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ചേർത്തുള്ളൂ കേട്ടോ. അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾക്കൊക്കെ ഒരു ലൈക്കും കൂടി തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള റെസിപ്പിയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.